ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വ്ളോഗ് ഗൈസ്. ഇന്നലെ ഞാനുണ്ടല്ലോ, ഇന്നലെ അമ്മ വീട്ടിൽ നിന്ന് ഇന്നലെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇന്നലെ ഇങ്ങോട്ട് വന്ന് വൈകുന്നേരം ആയപ്പോൾ അമ്മ ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞിട്ട് പോയല്ലേ, ഒരു ദിവസം പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, പിന്നെ എന്താ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞേ, ഞാൻ അവിടെ പോയപ്പോൾ എന്താ അറിയില്ല, എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയില്ല, അധികം വരാൻ തോന്നിയില്ല. എന്നിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനെ അമ്മ കുറേ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ 2-3 ദിവസം കൂടി ഞാൻ നിൽക്കുകയായിരുന്നു ഇങ്ങോട്ട്. എന്താ അറിയില്ല, അമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കരുത്. എന്താ കുറേ ദിവസമായിട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടായില്ല. എന്നിട്ട് അമ്മ ഇങ്ങനെ ചോദിക്കുക, ടൗണൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ടോ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല വേറെ ആളടുത്ത് ഡ്രസ്സൊക്കെ മേടിച്ച് ഇട്ടേന്ന് പറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ എന്താ അറിയില്ല, എന്തോ ഒരു കുറച്ചധികം ഡിഫറൻസ് ഇവിടെ സംഭവിച്ചിരിക്കണ തോന്നുന്നു, എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിരിക്കണ തോന്നുന്നു. എന്താ അറിയില്ല, എന്തോ ക്ലിയർ ആയിട്ട് ഒന്നും പിടികിട്ടില്ല, എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിരിക്കണേ. എന്താന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ചെടി വളർന്നോ, കാട് വളർന്നോ, അവിടെയൊക്കെ കാട് വളർന്നോ ഒന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ ഡിഫറൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് കാർമേഘം മൂടി കിടക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് ഇരുട്, കാർമേഘമൊക്കെ മൂടി ഫുള്ള് ഇരുടായിരുന്നു. എന്താ അറിയില്ല, നല്ല മഴ പെയ്യുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നലെ മഴ ചെയ്തിട്ടില്ല. ഇന്ന് നല്ല തെളിച്ചുണ്ട്, ആകാശത്തിനൊക്കെ നല്ല അത്യാവശ്യം തെളിച്ചൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് മാത്രം കുറച്ച് മൂടി കിടക്കുന്നുണ്ട്, ഈ ഭാഗത്തൊക്കെ തെളിച്ചുണ്ട്. കുഴപ്പമില്ലാതെ വെയിലൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ലാതെ വെയിലുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് എണീറ്റേ. അതെന്താ വെച്ചാൽ രാവിലെയാണ് ഇവിടെ വന്നപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര തണുപ്പ്. ഞാനാണെങ്കിൽ അലാറം വെച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് തന്നെ കടന്നുറങ്ങി. എണീറ്റപ്പോൾ ഒരു ഉച്ചക്കായി. വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടിലുള്ള കസിൻ ചേച്ചീൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ, കുഞ്ഞു കുട്ടി കേട്ടോ. ഞാൻ ആ കുട്ടീനെ ഒരു വട്ടത്തെ കണ്ടുള്ളൂ, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ എനിക്ക് ഇന്ന് പോകണം തോന്നുന്നുണ്ട്. ആ കുട്ടി അവിടെ ഉറങ്ങാണോ എന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും പോയി നോക്കാം, ചിലപ്പോൾ ഉറങ്ങിയിരിക്കും, എന്താണെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക്. കുട്ടിയൊക്കെ നല്ല ഉറക്കാം. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എണീറ്റുണ്ടോ ചോദിച്ചേ, ഇടയ്ക്കെല്ലാം ഓർക്കണ്ട്, പിന്നെ ഇടയ്ക്ക് വേണ്ടിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. നല്ല രസം കണ്ട് കേട്ടോ. ആണ് ഉറങ്ങിപ്പോയോ അതിന് കാലൊക്കെ ചെയ്യാൻ പോട്ടെ പോട്ടല്ലേ അയച്ചരാ. കുട്ടീനെ കണ്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ നിക്കണേ. അടിപൊളി. ഞാൻ കയ്യിലൊക്കെ എടുത്തു, അടിപൊളിയാ. കയ്യിലെടുത്ത് അപ്പൊ തന്നെ കടന്നൊക്കെ ഉറങ്ങാം. അതാണ് കുട്ടി. ഇപ്പൊ സമയം ഒരു 7:25 കേട്ടോ. ഞാൻ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. വന്നപ്പോ എനിക്ക് എന്താ അറിയില്ല, നല്ല വിശപ്പ്. ഞാൻ എന്തായാലും അടുക്കളയിൽ പോയി നോട്ടെ. അമ്മ എന്താ ഉണ്ടാക്കിയ, എന്തൊക്കെ സ്പെഷ്യൽ എന്താണെന്നൊന്നും അറിയില്ല. നോക്കി നോക്ക് എന്തായാലും. എന്താട്ടെ അയ്യോ, മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പപ്പടം, സാമ്പാറുണ്ട്, മീൻ പൊരിച്ചുണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ ഉപ്പേരി എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അമ്മ സീരിയലാണോ പോണില്ലേ? അല്ല, ഡെയിലി ഈ ടൈമിലൊക്കെ സീരിയലാണ്. ഇപ്പൊ എന്താ സീരിയലാണോ പോണ്ട? ചാനലില്ല മോനെ. ഇന്ന് കൊറേ സമയം അമ്മ സീരിയലൊന്നും കാണില്ല, അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ സീരിയല് കാണായിരുന്നു. ഇന്ന് സീരിയൽ കാണാൻ പോണില്ലേ? ടിവിയില് ചാനലൊന്നും ഇല്ല. ടിവിയില് ചാനലില്ലാതെ, അല്ലെങ്കിൽ നെറ്റ് നെറ്റ് എടുത്ത് അതിൽ ചെയ്തോ. കിങ്ങിണിന്റെ നെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഹോട്ട്സ്റ്റാറിലുണ്ടാവും, അതില് കണ്ടാ മതി. ഹോട്ട്സ്റ്റാറിലോ? ഹോട്ട്സ്റ്റാറിലോ. കിങ്ങിണി ഇപ്പൊ ഫ്രഷ് ചെയ്യാൻ പോയിക്കോട്ടോ. എന്തായാലും ഇപ്പൊ വരും. എന്നിട്ട് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കൊടുത്തിട്ട്, അത് ടിവിയിലെ സീരിയലാണ്, ഹോട്ട്സ്റ്റാറില് ടിവിയിലെ സീരിയലാണ്. ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര ദിവസമായി സീരിയലാണ്? ഇപ്പൊ അമ്മയ്ക്ക് സീരിയലാണ് കേട്ടോ. അകത്ത് ഏത് സീരിയലാന്നൊന്നും അറിയില്ല. ഏത് സീരിയല്? ഏത് സീരിയല്? അതിന്റെ പേരൊന്നും അറിയണമെങ്കിൽ പേരെന്താ? അവരവിടെ സീരിയൽ കണ്ടോണ്ട് നിൽക്കണ്ട കേട്ടോ. അമ്മയച്ചനും കൂടി അവിടെ സീരിയൽ കണ്ടോണ്ട് നിൽക്കട്ടെ. എനിക്ക് നല്ല വിശക്കുണ്ട്, ഞാൻ ചോറ് കഴിക്കട്ടെ. ഇപ്പൊ നല്ല സാമ്പാർ, നല്ല പപ്പടം, നല്ല മീൻ പൊരിച്ചതും, പിന്നെ കുറച്ച് എന്താ പറയാ, കുറച്ച് എന്തിന്റെ ഉപ്പേരിയാണ് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇന്ന് കഴിക്കാൻ പോണേ കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്ക് കാണിച്ചുതരാം. സാമ്പാർ, മീൻ പൊരിച്ചത്, പപ്പടം, പിന്നെ ഇത് എന്തിന്റെ ഉപ്പേരിയാണ്? ഇലേന്റെ ഉപ്പേരിയാണ് കേട്ടോ. ഇലേന്റെ ഉപ്പേരി വെച്ചാല് ചീര ഉണ്ട്, പിന്നെ മത്തന്റെ ഇലയും കൊണ്ടൊക്കെ ഉപ്പേരി വെക്കുക. അതൊക്കെ നല്ല നമ്മൾക്ക് എന്താ പറയാ,
എന്തോ വിറ്റാമിൻസ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ അടങ്ങിയുള്ളതാണ്. ഇലവർഗ്ഗങ്ങളും ഇലേന്റെ ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികം കഴിക്കണമൊക്കെ നമുക്ക് നല്ലതാണ്. നിങ്ങളെല്ലാവരും കഴിക്കാൻ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ എന്തായാലും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടേ ഒരു പിടിയും പിടിക്കട്ടെ. അപ്പൊ അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് ഗൈസ്. ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. സീരിയല് കഴിഞ്ഞില്ല, 10:30 വരെ ഉണ്ടല്ലോ അമ്മ സീരിയല്. 10:30 വരെ ഉണ്ട്. ഞാന് 2 സീരിയലേ കാണുന്നു. 2 സീരിയല് 10:30 വരെ. ഞാനങ്ങനെ സീരിയലൊന്നും കാണാറില്ല. എനിക്ക് സീരിയല് തോന്നിയേ കാണും, അല്ലെങ്കിൽ ഞാൻ പ്രത്യേക സീരിയലൊന്നും കാണൂല. അപ്പൊ എല്ലാവരും കാണുമ്പോ ഇങ്ങനെ ഒരു നല്ല സീമയില്ലേ അപ്പൊ മാത്രമേ കാണുള്ളൂ. അങ്ങനെ പ്രത്യേകം ഞാൻ സീരിയലൊന്നും കാണൂല. ഈ സീരിയല് ഇഷ്ടമല്ല എന്നും പറയണില്ല, ഇഷ്ടമാണെന്നും പറയണില്ല. അതിന്റെ ഒരു കൊല്ലത്തിന്റെ നടുവിലാണ് ഇപ്പൊ നിൽക്കണേ. ഞാൻ റൂമിൽ ഒറ്റയ്ക്കല്ല നടക്കണേ. വേറെ ഒരാളും കൂടിയുണ്ട്, വേറെ ഒരു ചെക്കനും കൂടിയുണ്ട്. ആ ചെക്കൻ പുറത്ത് കോൾ ചെയ്തുകൊണ്ട് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ രാവിലെ ഞാൻ ഉച്ചക്കല്ലേ എണീറ്റേ. ഉച്ചയ്ക്ക് മുതൽ വൈകുന്നേരം രാത്രി ഇപ്പൊ വരെ നല്ല ദിവസം. ഇന്ന് നല്ല ദിവസമായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് ആളെ കാണാം. ടാറ്റാ.